Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ രുചി, നമുക്ക് കേരളീയർക്ക് പരിചയമല്ലാത്തൊരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഐറ്റം മോമോസ്. അതിൻ്റെ പേര് മോമോസ് എന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ സിറ്റിയിലേക്കൊക്കെ സിറ്റീസിലൊക്കെ നമുക്ക് പോകുമ്പോൾ, എറണാകുളം പോലെയുള്ള സിറ്റീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഷോപ്പുകൾ എറണാകുളത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രുചി നമ്മളുടെ അടുക്കളയിലേക്ക് ഞാനിന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്, ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന വേറൊരു രുചിയാണ് അതിൻ്റെ ഒരു ചട്നി. എൻ്റയർലി ഡിഫറെൻറ്റ്, നമ്മുടെ മലയാളികൾക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചട്നിയുമാണത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്നും മോമോസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്നും ഒരൊറ്റ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഇതൊന്നുമില്ലാതെ നേരെ പോകാം വീഡിയോയിലേക്ക്. നമ്മൾ മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൈനീസ് ഡിഷിൽ പ്രധാനപ്പെട്ടതെന്ന് പറയപ്പെടുന്ന ഒന്ന്. അതൊരു സ്നാക്സ് ഐറ്റംസൊക്കെ ആയിട്ട് നമ്മുടെ എല്ലായിടത്തും കിട്ടുന്ന ഒന്നാണ്. സ്ട്രീറ്റ് ഫുഡായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടെന്ന് പറയാൻ പറ്റുന്ന, കാരണം നമ്മൾ അത് ചെയ്തെടുക്കുന്ന സ്റ്റീം ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മോമോസ് വറുത്തതും കിട്ടും കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ വറുത്തതല്ല ഉണ്ടാക്കുന്നത്. അത് ആവിയിൽ വേവിച്ചെടുത്ത മോമോസ്. അതിന് വേണ്ടിയിട്ട് ആദ്യം മൈദ എടുത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് അതിനുശേഷം നല്ല ചപ്പാത്തി കൊഴിക്കുന്ന പോലെ കുറച്ച് വെള്ളം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് ചപ്പാത്തി കുഴക്കുന്നത് പോലെ അതുപോലെ സ്മൂത്തായിട്ടുള്ള ഒരു മാവാക്കി റെഡിയാക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പാകം തെറ്റിപ്പോകും. വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ മൈദ ഇട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് നമ്മളിത് ഗോതമ്പ് നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു. നന്നായിട്ട് ഇതുപോലെ ഞെക്കി ശരിക്കും കുഴച്ചെടുക്കണം കേട്ടോ. ശരിക്കും മാർദ്ദവം ഉണ്ടായിരിക്കണം മാവിന്. അത് നന്നായിട്ട് ഉണ്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നന്നായിട്ട് ശേഷം അതിങ്ങനെ 2-3 പീസുകളായിട്ട് മാറ്റിയിടുക. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മാറ്റിയിടുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നുകൂടി അത് മിക്സ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെയെല്ലാം എണ്ണമയം കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റിയതിന് ശേഷം എണ്ണ ഒഴിക്കുന്നത്. അതിനകത്ത് ഉള്ളിലൊക്കെ എണ്ണ പെട്ടണം. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഈ മാവ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ കവറേജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കി വെക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ലിങ്സ് റെഡിയാക്കണം. അപ്പോൾ ഇത് മാത്രം പോരല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം നമുക്ക് റെഡിയാക്കി വെക്കണ്ടേ. നമ്മൾ വെജിറ്റബിൾ മോമോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പനീർ ഉപയോഗിക്കാം, ചിക്കൻ ഉപയോഗിക്കാം. അതൊക്കെ നമ്മളുടെ മനോധർമ്മമാണ്. എന്താണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മളുടെ മനോധർമ്മമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഏതൊക്കെ വെജിറ്റബിൾസ് നമ്മുടെ കയ്യിലുണ്ടോ ആ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ഷിംല മിർച്ച്, അന്ന് എങ്ങനെ വേണ്ട എല്ലാ വെജിറ്റബിളും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ഉള്ള ആ വെജിറ്റബിൾ എല്ലാം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മുടെ വെജ് മോമോസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇതുപോലെ വെച്ചാൽ പോരാ. ഇത് ഈ എടുത്തു വച്ചിരിക്കുന്ന ഈ മാവ് കുറച്ച് നനഞ്ഞൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കവറിലാക്കിയിട്ടോ അത് എടുത്ത് മൂടി വയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു നനഞ്ഞ തുണി എടുത്ത് മൂടിയിട്ടേക്കുക. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റോളം ഇതുപോലെ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. നമ്മൾ വെജിറ്റബിൾ മോമോസിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ്, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫ്രിഡ്ജിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ആ വെജിറ്റബിൾ, വെളുത്തുള്ളിയും ഇഞ്ചി മസ്റ്റായിട്ടും വേണം, പച്ചമുളകും അത് മസ്റ്റായിട്ട് വേണം. അല്ലാതെയുള്ള വെജിറ്റബിൾസ്, നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതിന് ശേഷം, വെജിറ്റബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി അല്ലെങ്കിൽ കായ, മത്തങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാൻ പറ്റാട്ടെ. എല്ലാ വെജിറ്റബിളും എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ വിചാരിക്കരുത് എല്ലാം നമുക്ക് ഇടാവുന്ന ഇതുപോലത്തെ വെജിറ്റബിൾസ്, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ഉള്ളി, അത് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് എടുക്കണം. ക്യാരറ്റ് അരിഞ്ഞതിന് ശേഷം അത് നമ്മുടെ ഗ്രേറ്റർ പോലത്തെ സാധനം വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. വെജിറ്റബിൾ എല്ലാം ചെറിയ പീസുകളാക്കി നമ്മൾ എടുത്ത് വെച്ചു. ആദ്യം ക്യാബേജ് ആദ്യം അരിഞ്ഞത്,
അതിനുശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുമായിരുന്നു. ക്യാരറ്റ് ചെയ്തത് നമ്മുടെ കയ്യിൽ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഉള്ളി, ഒരു വലിയ ഒരു സവാള ഉള്ളി, പിന്നെന്താണ് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി എന്നുള്ളത് ചൈനീസ് ഡിഷിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ചൈനീസ് ഡിഷിലാണതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി അത് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾ വെച്ചിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഫൈൻ, ഇത് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ നമ്മളത് വെച്ച് ചെയ്തു. അല്ല, നിങ്ങളിതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ മേടിക്കുന്നുണ്ട് പുറത്ത് പോകുമ്പോൾ, ഓക്കെ നമ്മൾ ഇനി മോമോസ് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾ മേടിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ മേടിച്ചിട്ടുണ്ടാവണം ഒന്ന് സ്പ്രിംഗ് ഓനിയനും അതുപോലെ തന്നെ ഷിംല മിർച്ചും എന്ന് പറയുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ക്യാപ്സിക്കവും ഇത് രണ്ടും ഒരെണ്ണമായിട്ടെങ്കിലും മേടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് വരും. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് മോമോസ് ഉണ്ടാക്കും, അത് കണ്ടിട്ട് നമ്മളൊരു പ്രാവശ്യം ട്രൈ ചെയ്യില്ല എന്താണെങ്കിലും. അങ്ങനെ മേടിക്കാൻ പോകുമ്പോൾ ഈ 2 കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് രണ്ടും ടേസ്റ്റ് കൂട്ടാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. അത് ഞാൻ എടുക്കട്ടെ കേട്ടോ. വെജിറ്റബിൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചു. അതിനകത്ത് നമ്മൾ ഓൾറെഡി മൈദ അതിൻ്റെ കോട്ടിങ് അതിന് ഔട്ടർ കവറിന് മൈദയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ട ഉപ്പ് അത് സൂക്ഷിച്ചിടുക. കാരണം സോയാ സോസിനൊക്കെ കുറച്ച് ഉപ്പുള്ളതാണ്. സോ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇടാനായിട്ട്. കുറച്ച് സോയാ സോസ്, ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് ചില്ലി സോസ്, മതി ചെറുതായിട്ടൊന്ന് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പാകത്തിന് ഫില്ലിങ് എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പാകത്തിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഉപ്പ് ചേർത്തു, സോയാ സോസ് കുറച്ച് ചേർത്തു, ചില്ലി സോസ് ചേർത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് വേറെ നമ്മൾ ചേർക്കുന്ന അഡീഷണൽ സാധനങ്ങളൊന്നും ചേർക്കുകയില്ല. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചതിനകത്ത് വെള്ളം ഒന്ന് നമ്മൾ എന്നിട്ട് കളയാൻ നിൽക്കണം. ആ ഉപ്പൊക്കെ ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി ഇതിനകത്ത് വെള്ളം വലിയാനുണ്ട്. ആ വെള്ളം വലിയുന്നവരെ അതിവിടെ ഇരിക്കട്ടെ. നമ്മൾ ആദ്യം മൂടി വെച്ചിരുന്നത് മാറ്റി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എടുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾ അപ്പോൾ നിറച്ച് ആ ഉപ്പ് കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഓൾറെഡി അത് നിറച്ച് വെള്ളമായിട്ടുണ്ട്. ഈ വെജിറ്റബിളിൻ്റെ വെള്ളം അതുപോലെ തന്നെ ഉപ്പിൻ്റെ വെള്ളമുണ്ട്. ഈ വെള്ളം ഇതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് വയ്ക്കുമ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡ്രൈ ചെയ്യണം. നമ്മൾ പാനിൽ വെച്ച് ഡ്രൈ ചെയ്തെടുക്കണം. പക്ഷേ ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു നാച്ചുറൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഉള്ള വെജിറ്റബിൾ തന്നെയായിരിക്കണം നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മളിതിനകത്ത് പിഴിഞ്ഞെടുത്ത് ഇനി ഈ ഫില്ലിങ്ങാണ് നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇതെല്ലാം പിടിച്ചിട്ടുമുണ്ട്. എന്നാൽ ഓവറായിട്ടുള്ള എക്സസ് ഓഫ് വാട്ടർ നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഫില്ലിങ്ങിൻ്റെ ഗുണം. ഡ്രൈ ചെയ്യുമ്പോൾ അതെന്താണെങ്കിലും അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു എണ്ണയുടെ ടേസ്റ്റും അതുപോലെയുള്ള ടേസ്റ്റും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ആ മോമോസിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമ്മൾ പലപ്പോഴും കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ സൗത്തിൽ കഴിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആയിട്ടില്ല. അതിൻ്റെ ഒരു കാര്യം ഇതാണ്, അവർ ചിലപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമായിരിക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ഇതിനകത്തെല്ലാം മാറ്റി നമ്മളെടുത്ത് വെച്ചിരുന്ന മൈദയുടെ മാവാണിത്. ഇതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മുടെ എന്താ പറയുക പൂരിക്ക് പറ്റുന്ന പീസുകളാക്കി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. ഇതേ പരുവത്തിലുള്ള ഉരുളകളാക്കി നമ്മൾ ഈ എടുത്ത് വെച്ച ബൗളിൽ തന്നെ ഇടുന്നു. അതിനകത്ത് ഓൾറെഡി മൈദയും മാവുണ്ട്.
അതിന് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ബൗളാക്കിയതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇതൊഴികെ ബാക്കിയെല്ലാം ആ കവർ വെച്ചിട്ട് ആ നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ടാവണം. കാരണം നമ്മളിത് എടുത്ത് പരത്തി വരുമ്പോഴത്തേനും ബാക്കിയുള്ള മാവ് ഡ്രൈ ആവാതിരിക്കാനാണ് ഇത് ചെയ്യണത് കേട്ടോ. നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന മൈദ നോക്കി ക്ലിയർ ആയോ നോക്കാം. അതിനുശേഷം നമുക്കത് ചെറുതായിട്ട് പൂരിയുടെ പാകത്തിൽ പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് ഫില്ല് ചെയ്തതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ, വലിയ പരിപാടിയൊന്നുമില്ല. പക്ഷേ അതൊരു പരിപാടിയാണ് കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നൊരു പരിപാടിയാണ്. കാരണം ഇത് ഫില്ലാക്കിയിട്ട് വേണം നമുക്ക് പൂരിയുടെ പരുവത്തിൽ പരത്തിയെടുക്കണം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദയുടെ മാവുകളെല്ലാം കൂടി ചെറിയ ബോൾസാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്നോരോന്നെടുത്ത് നന്നായിട്ട് എന്നിട്ടുള്ളത് ഡ്രൈ ആയി പോകാതിരിക്കണം. ഓരോന്നെടുക്കുമ്പോൾ അത് മൂടി വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അതിനുശേഷം പൊടികളെ ചേർത്തതിന് ശേഷം പൂരിക്ക് പരത്തുന്നത് പോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. അതിൻ്റെ സൈഡുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. സൈഡ് ഏറ്റവും തിന്നായിട്ട് വേണം വരാനായിട്ട്. കാരണം നമുക്കത് മടക്കിയെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൈഡ് വളരെ തിന്നായിട്ട് വരുന്ന രീതിയിൽ പരത്തി എടുക്കുക. ഇതെല്ലാം പരത്തി എടുത്തതിന് ശേഷം നമുക്കാണ് തിന്നാക്കി എടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഹാർഡ്നെസ് തോന്നും. ഇതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ് വെച്ചതിന് ശേഷം മടക്കുന്നത്. ഉണ്ടോ, ഇതുപോലെ പപ്പടം പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. ഓരോന്നും ഇതുപോലെ പപ്പടം പരത്തുന്നത് പോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്ത് ഫില്ലിങ് വെച്ച് കാണിച്ചു തരാം. ആദ്യം പരത്തിയെടുക്കട്ടെ. നമ്മൾ പൂരിക്ക് പരത്തി വെച്ചതുപോലത്തെ ഈ ഒരു റൗണ്ടിൽ നമ്മൾ പരത്തിയെടുത്തു. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് എടുത്തു വെച്ചിരുന്ന ഫില്ലിങ്സ് കുറച്ച് അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മളിതൊരു ബാസ്ക്കറ്റ് പോലെ പതുക്കെ മടക്കിയെടുക്കുന്നു. നമ്മളിത് മോമോസ് കഴിച്ചവരോട് ചോദിച്ചാൽ ഇതിനറിയാൻ പറ്റും. ഇത് പല ഷേപ്പുകളിലാണ് നമുക്ക് കിട്ടുന്നത്. ചിലത് ബാസ്ക്കറ്റ് പോലെയുള്ളത്, ചിലത് പേഴ്സ് കണക്കുള്ളത്, അങ്ങനെ പല രീതിയിലാണ് അതിൽ മടക്കി തരുന്നത് കേട്ടോ. ചിലത് ഈ മോദകം പോലെ, പിന്നെ പല രീതികളിലാണിത് മടക്കിയെടുക്കുന്നത്. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം വയ്ക്കുക. അതുപോലെ നമ്മൾ പല ഷേപ്പിൽ മടക്കി വെച്ചിരിക്കുന്ന ഓരോരോ സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. പല ഷേപ്പിൽ മടക്കി വെച്ചിട്ടുള്ള മോമോസ്. ഇതുപോലെ അടുത്ത ഷേപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു സൈഡ് നമ്മൾ നന്നായിട്ട് മടക്കിയെടുക്കുന്നു. ദെൻ ഒരു സൈഡ് നന്നായിട്ട് മടക്കിയെടുത്തതിന് ശേഷം മറ്റേ സൈഡിൽ ഒരു ശകലം വെള്ളം തൊട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഈ സൈഡും തമ്മിൽ ജോയിൻ ചെയ്യണം. നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത സൈഡും ഷേപ്പ് അല്ലാത്ത സൈഡും കൂടി നന്നായിട്ട് ഈ വെള്ളം തൊട്ട് എടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പോവില്ല. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അകത്തിരുന്ന് ഈ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വേകും. അതാണ് അടുത്ത മോഡൽ. നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച മോമോസ് എല്ലാം ഇനി വേവിക്കാനായിട്ട് നമ്മളത് സ്റ്റീം ചെയ്യാനായിട്ട് എടുക്കുകയാണ്. ഇത്രയും മോമോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അത്രയും വെജിറ്റബിൾ വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് സ്റ്റീമർ ഇവിടെ റെഡിയാണ്. അതിനകത്ത് ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഓരോന്നായിട്ട് എടുത്ത് വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് തട്ടിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് നമ്മളിത് പുഴുങ്ങിയെടുക്കാൻ പോകുന്നു. നമ്മളതിൻ്റെ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും. എൻ്റെ ഇഡ്ഡലി തട്ടാണ് ഉണ്ടായിരുന്നത്. സോ ഞാൻ എൻ്റെ ഇഡ്ഡലി തട്ടിൽ ഇതിനകത്ത് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എണ്ണ പുരട്ടിയിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എണ്ണ പുരട്ടിയിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ എടുക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായാലോ. സോ ഒന്ന് എണ്ണ പുരട്ടുക. അതിനുശേഷം ഓരോന്നായിട്ട് പറക്കിയെടുത്ത് വെച്ച് ഒരു 15-20 മിനിറ്റ് വേവിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മളിനി മോമോസിൻ്റെ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് വറ്റൽമുളക്, ചുമന്ന മുളക് ഞാൻ ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിനകത്തേക്ക് തിളച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം. ഇതാണ് ഇത് ചെയ്യുന്ന സാധനം. പിന്നെ അതിന് ശേഷം 1-2 തക്കാളി, ഒരു തക്കാളിയുടെ ഹാഫ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു വലിയൊരു തക്കാളിയുടെ കൂടി കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ശേഷം ഇത് നന്നായിട്ട് ബോയിലാവണം. ബോയിലായിട്ട് നമ്മുടെ തക്കാളിയിൽ നിന്ന് ആ ഒരു തൊലി ഉണ്ടല്ലോ, അതിൻ്റെ ഔട്ടർ കവറേജ് അതൊന്ന് പൊളിയണോടം വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. മുളകും ഇതുണ്ടോ, നമ്മുടെ
തക്കാളിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് തൊലി വിട്ടു പോകുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ആ പരുവത്തിലെത്തുമ്പോൾ നമ്മളിത് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇത് മാറ്റി വേറൊരു ബോക്സിലേക്ക്, വേറൊരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കുക. മുളകെല്ലാം ഇതിനകത്തേക്ക് എടുത്ത് ജാറിലേക്ക് എടുത്തിട്ടു. അതിനുശേഷം നമ്മൾ ഈ തൊലി കളഞ്ഞ തക്കാളി ഉണ്ടല്ലോ, അതിൻ്റെ ഔട്ടർ കവറേജ് അങ്ങ് കളഞ്ഞേക്കുക. അതിനുശേഷം അതും കൂടി, ചൂടാണ് കേട്ടോ, ചൂടാറിയിട്ട് ചെയ്താൽ മതി, ധൃതിയൊന്നുമില്ല. അതിൻ്റെ കവർ അങ്ങ് കളഞ്ഞേക്കുക. ചിലപ്പോൾ അതിങ്ങനെ കടിക്കാൻ ചാൻസ് ഉണ്ട് എന്തിൽ, ചമ്മന്തിയിൽ. അതിനകത്ത് ആ ഒരു ഇതുള്ളപ്പോൾ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരും. ടേസ്റ്റിനല്ല, നമുക്ക് കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിൻ്റെ പുറത്തെ തൊലി കളയണമെന്ന് പറയണത്. നല്ല ചൂട്. ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ചട്നി ആക്കുന്ന ഒരു രീതിയുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ് കേട്ടോ. അതിനകത്ത് ചില ആ സീഡ്സ് അതിനകത്ത് കിടക്കുന്നുണ്ട്. അത് അത്രയും ഒരുപാട് അങ്ങോട്ട് അരയ്ക്കണ്ട. എന്താ പറയുക, സീഡ്സ് ഇങ്ങനെ അരയാൻ പാകത്തിന് അരയ്ക്കേണ്ട, അല്ലാതെ നമ്മൾ അരച്ചാൽ മതി. നമ്മളുടെ ചട്നി റെഡിയായി. ഇനി നമ്മളിതിനകത്തുനിന്ന് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിന് ചട്നിയുടെ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുത്താൻ ഒരു ചെറിയ പരിപാടികൾ ചെയ്താലാണ് ചട്നിയുടെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കടായി നമ്മൾ എടുത്തു വെച്ചു. കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. കുക്കിംഗ് ഓയിലാണേ, വെളിച്ചെണ്ണയൊന്നും കോരി ഒഴിക്കരുത്. കാരണം എൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. കുക്കിംഗ് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കുന്നു. ഈ ഒരു മണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചൈനീസ് ഡിഷിൻ്റെ മണമാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്തേക്ക് ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്നി, നമ്മൾ അരച്ച് വെച്ചിട്ട് ചട്നി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനിയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്ന 2-3 സാധനങ്ങൾ കൂടിയുണ്ട്. ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ്, പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് നമ്മളുടെ സോയാ സോസ് ഒരു 1/4 ടീസ്പൂണേ ഒഴിക്കാവുള്ളൂ കേട്ടോ, കൂടുതൽ ഒഴിക്കരുത്, ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അതിനകത്ത് പുളി വരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കുറച്ച് വിനാഗിരി. കാരണം നമ്മൾ വേറെ പുളിക്ക് വേറൊന്നും, ടൊമാറ്റോൻ്റെ പുളിയുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു പുളിയും കൂടെ വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നിൽക്കുള്ളൂ. പിന്നെ അതിന് ശകലം മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരാനുണ്ട്. സോ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നു ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ മധുരത്തിൻ്റെ ഒരു പ്രശ്നവും കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഒരുമാതിരി സോയാ സോസ് ചേർത്തു, ചില്ലി ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തു. അങ്ങനെ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ചേർത്തെടുത്ത് സിം കൂട്ടി വയ്ക്കുക. ഒന്ന് മിക്സ് ചെയ്യാനുള്ളൊരു സമയം. അതിനുശേഷം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മോമോസിൻ്റെ ചട്നി റെഡിയാക്കി നമ്മൾ. കാരണം ആ മോമോസ് അങ്ങനെ കഴിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. അതിനകത്ത് ആ ചട്നി ഇല്ലാതെ നമുക്ക് കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ഏറ്റവും സ്വീറ്റ് ആൻഡ് സോർ ആയിട്ടുള്ളൊരു ചട്നിയാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചട്നി റെഡി.